പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന വാദം ഉന്നയിച്ചുകൊണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ ഒരു സമരം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് നമ്മൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. എന്നാൽ ഏതാണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ സമരം വേണ്ട, അതൊരു വലിയ യോഗമാക്കി മാറ്റിയാൽ മതി എന്ന് അദ്ദേഹം പറഞ്ഞു. അത് നമ്മൾ കേട്ടു. അപ്പോൾ അത് BJP കണ്ണുരുട്ടിയുകൊണ്ട് ഭയന്നിട്ടാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ വന്നു. അതൊന്നും അല്ല എന്നൊക്കെ അദ്ദേഹം പറയുകയുണ്ടായി. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ഒരു യോഗം നടത്തി. ആ യോഗത്തിൽ പിണറായി വിജയൻ പങ്കെടുത്തു, പിന്നെ അരവിന്ദ് കെജ്രിവാൾ പങ്കെടുത്തു, തമിഴ്നാട്ടിൽ നിന്ന് ഒരു മന്ത്രിയും പങ്കെടുത്തു. അപ്പോൾ അവിടെയും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു, അത് സാമ്പത്തികമായി മാത്രമല്ല അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചും ഞെരുക്കുന്നു എന്നുള്ള വാദവും ഉന്നയിച്ചിരുന്നു. സുഹൃത്തുക്കളെ, ആ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണ് എന്ന വാദം, എന്ന പിണറായി സർക്കാരിൻ്റെ വാദം കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിച്ച് അതിലൊരു തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. കാരണം കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായി കേരളത്തെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുകയാണെന്നുള്ള ചർച്ച വളരെ വിശദമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബജറ്റുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിലൊക്കെ തന്നെ നിഴലിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദഗതി അതായിരുന്നു. വലിയ തോതിൽ സാമ്പത്തികമായി കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് ശ്വാസം വിടാൻ പോലും കഴിയുന്നില്ല. കേരളത്തിലൊരു വികസന പ്രവർത്തനവും നടത്താൻ കഴിയുന്നില്ല. സാമ്പത്തിക പ്രവർത്തനങ്ങളാകെ സ്തംഭിച്ചിരിക്കുകയാണ്. അതിൻ്റെ കാരണം കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് എന്ന വാദമുഖമാണ് പിണറായി വിജയൻ്റെ സർക്കാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് കണക്കുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ ഈ വാദം ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നു. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വിശദാംശങ്ങൾ, വിവരങ്ങൾ എനിക്ക് കിട്ടിയത് കേന്ദ്ര ഗവൺമെൻറ് ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഒരു സത്യവാങ്മൂലത്തിൽ നിന്നാണ്. കാരണം കേരളം കേന്ദ്രത്തെ സാമ്പത്തികമായി ഞെരുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തിരുന്നു. ആ ഹർജിക്ക് മറുപടിയായി കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ നിന്നുള്ള കണക്കുകളാണ് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കണക്കുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് അത് വസ്തുനിഷ്ഠമായിട്ടുള്ള കണക്കുകളായിരിക്കുമല്ലോ. കാരണം സുപ്രീം കോടതി പോലൊരു നീതിപീഠത്തിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതാണല്ലോ കണക്ക്. സ്വാഭാവികമായി അതിൽ നിന്ന് ഒളിച്ചോടാനും വിട്ടു നിൽക്കാനൊന്നും കേന്ദ്ര ഗവൺമെൻറ് കഴിയില്ലല്ലോ. അവിടെ ആ സത്യവാങ്മൂലത്തിൽ പറയുന്ന കണക്കുകൾ ആണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ആ കണക്കുകൾ അവതരിപ്പിച്ച് കഴിയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തെ വരിഞ്ഞ് മുറുക്കുകയാണോ സമ്മർദ്ദത്തിലാക്കുകയാണോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ഈ സത്യവാങ്മൂലത്തിൽ നിന്നുള്ള കാര്യങ്ങൾ ഞാനിവിടെ ഉന്നയിക്കാം. അതിൽ 2 ഭാഗമായിട്ടാണ് സത്യവാങ്മൂലത്തിൽ കാര്യങ്ങൾ പറയുന്നത്. അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചിട്ടാണ്, കേരള ഗവൺമെൻറ്റിൻ്റെ ഫിനാൻസ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്, കേരള ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് ഫിനാൻസ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ് അതിൻ്റെ ആദ്യ ഭാഗം. കേരള ഗവൺമെൻറ്റിൻ്റെ ധനകാര്യസ്ഥിതി അതിനെക്കുറിച്ചിട്ടാണ് ആദ്യ ഭാഗം പറയുന്നത്. അത് തുടങ്ങുന്നത് തന്നെ കേരളമെന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ ഇടയിൽ സാമ്പത്തികമായി അനാരോഗ്യമുള്ള അല്ലെങ്കിൽ ധനപരമായി അനാരോഗ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംസ്ഥാനമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത്. വൺ ഓഫ് ദ മോസ്റ്റ് ഫിനാൻഷ്യലി അൺഹെൽത്തി സ്റ്റേറ്റ്സ് അത് പറഞ്ഞുകൊണ്ടാണ് അത് സത്യവാങ്മൂലം ആരംഭിക്കുന്നത്. അതായത് കടവും സംസ്ഥാന വരുമാനവും തമ്മിലും പലിശ ചെലവും സംസ്ഥാന വരുമാനവും തമ്മിലും ഉള്ള അനുപാതം എടുത്തു നോക്കിയാൽ 12ാം ധനകാര്യ കമ്മീഷൻ്റെ കണ്ടെത്തൽ പ്രകാരം കേരളം ഏറ്റവും മോശമായിട്ടുള്ള സംസ്ഥാനങ്ങളുടെ കൂടെയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിൻ്റെ മൂലധന ചിലവ് 12ാം ധനകാര്യ കമ്മീഷൻ്റെ കണക്കനുസരിച്ച് ഏറ്റവും കുറവാണ്, 1.1% എന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി 14ാം ധനകാര്യ കമ്മീഷൻ്റെ കണക്കനുസരിച്ച് 2007-2008 റവന്യൂ കമ്മിയുള്ള 3 പ്രധാനപ്പെട്ട സ്റ്റേറ്റുകൾ, ഒന്ന് കേരളവും പഞ്ചാബും വെസ്റ്റ് ബംഗാളുമായിരുന്നു. 2007-2008 കാലഘട്ടത്തിൽ ഇന്ത്യയിൽ റവന്യൂ കമ്മിയുള്ള 3 സംസ്ഥാനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിലൊന്ന് കേരളം, 2 പഞ്ചാബ്, 3 പശ്ചിമ ബംഗാൾ.
15-ാം ധനകാര്യ കമ്മീഷൻ പറഞ്ഞത് കടബാധ്യത കൊണ്ട് ഏറ്റവും കൂടുതൽ സമ്മർദ്ദം അനുഭവിക്കുന്ന ഹൈലി ഡെറ്റ് സ്ട്രെസ്ഡ് സ്റ്റേറ്റ് ആണ് കേരളം എന്നാണ് പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ റിസർവ് ബാങ്ക് പറയുന്നു കേരള എമംഗ് 5 ഹൈലി ഡെറ്റ് സ്ട്രെസ്ഡ് സ്റ്റേറ്റ്സ്. RBI പറയുന്നത് 2026-2027 ആകുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ കടബാധ്യത മൂലം സമ്മർദ്ദം അനുഭവിക്കുന്ന 3 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളവും 2 രാജസ്ഥാനും 1 വെസ്റ്റ് ബംഗാളുമായിരിക്കും എന്നാണ്. ആ 2026-27 ആകുമ്പോഴത്തേക്കും ഈ കടവും സംസ്ഥാന വരുമാനവും തമ്മിലുള്ള അനുപാതം കേരളത്തിൻ്റെത് 35% കൂടുതലായിരിക്കുമെന്നാണ് റിസർവ് ബാങ്ക് പറഞ്ഞതായി ഈ കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള ഈ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. അപ്പോൾ ഏറ്റവും ഫിനാൻഷ്യലി അൺഹെൽത്തി ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ് കേരളം എന്നുള്ളത് ധനകാര്യ കമ്മീഷനുകളും RBIയും ഉദ്ധരിച്ചുകൊണ്ട് ഈ അഫിഡവിറ്റിൽ പറഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത രണ്ടും അതിനെക്കുറിച്ച് വിശദാംശങ്ങളിലേക്ക് പോവുകയാണ്. അതിലൊന്നെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞതുപോലെ സാമ്പത്തിക ബാധ്യതയുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് സൂചിപ്പിക്കുന്നതാണ്. അതായത് അതിലൊരു പ്രധാനപ്പെട്ട മാനദണ്ഡമായിട്ട് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിംഗ് ലയബിലിറ്റി ആസ് പെർസെൻറ്റേജ് ഓഫ് GSDP. കേരളത്തിൻ്റെ സംസ്ഥാന വരുമാനത്തിൽ അതിൻ്റെ ബാധ്യത, അതിൻ്റെ സാമ്പത്തിക ബാധ്യത എത്രയുണ്ടെന്നുള്ള ശതമാനം നോക്കിയാൽ അത് 2018-19 31% 2021-22 ആയപ്പോഴത്തേക്കും 39% കൂടി. അതായത് സംസ്ഥാന വരുമാനവും കടബാധ്യതയും തമ്മിലുള്ള അനുപാതം 31-ൽ നിന്ന് 39 കൂടിയെന്ന് മാത്രമല്ല, അതെല്ലാ സംസ്ഥാനങ്ങളുടെയും ശരാശരി 29% മാത്രമായിരുന്നു. ആ സാഹചര്യത്തിൽ കേരളത്തിന് അത് 39%. കേരളത്തിൻ്റെ പലിശ ചെലവ് സംസ്ഥാന വരുമാനമായിട്ട് നോക്കുമ്പോഴത്തേക്ക് 19.9 സംസ്ഥാന വരുമാനത്തിൻ്റെ 10% മാത്രമേ പലിശ ചെലവ് വരാൻ പാടുള്ളൂ എന്നാണ് ധനകാര്യ കമ്മീഷൻ പറഞ്ഞിരുന്നാൽ കേരളത്തിലത് 19.9%. അതുപോലെ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ആസ് എ പെർസെൻറ്റേജ് ഓഫ് റവന്യൂ റിസീപ്റ്റ്സ്, അതായത് നമ്മുടെ ഈ പെൻഷനും പിന്നെ ശമ്പളമൊക്കെ ഉണ്ടല്ലോ, അത് സംസ്ഥാന വരുമാനം, അതായത് മൊത്തം സംസ്ഥാന വരുമാനത്തിൽ ഈ ശമ്പളവും പെൻഷനും ഒക്കെ എത്രയാണ് കൊടുക്കുന്നത്, അതാണ് കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ. അതെത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 2018-19 കേരളത്തിൽ അത് 74%, 2021-22 അത് 82.4% ഉയർന്നു. അത് ഹയസ്റ്റ് എമംഗ് ഓൾ സ്റ്റേറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് മൊത്തം റവന്യൂ വരുമാനത്തിൽ ശമ്പളത്തിനും പെൻഷനും ഒക്കെ കൊടുക്കുന്ന തുക അത് 74-ൽ നിന്ന് 82 കൂടിയെന്നും കേരളത്തിനെ സംബന്ധിച്ചുള്ള അത്രയും കൂടിയെന്നും അത് കേരളത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുകയായിരുന്നു എന്നും, എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ശരാശരി അവർ കമ്മിറ്റഡ് എക്സ്പെൻഡിച്ചർ ആസ് എ പെർസെൻറ്റേജ് ഓഫ് റവന്യൂ റിസീപ്റ്റ്സ് അത് നോക്കിക്കഴിഞ്ഞാൽ അത് 55.3% ഉള്ളായിരുന്നു. അപ്പോഴാണ് കേരളത്തിൽ 82.4. ഇനി അടുത്തത് ഏറ്റവും കുത്തനെയുള്ള റവന്യൂ കമ്മി, സംസ്ഥാന വരുമാനത്തിൻ്റെ റവന്യൂ കമ്മി ശതമാനം എത്രയാണെന്ന് നോക്കിയാൽ അത് 2017-18 2.4% അത് 2021-22 ആയപ്പോൾ 3.17% കൂടി കേരളത്തിൻ്റെ റവന്യൂ കമ്മി. അതെല്ലാ സംസ്ഥാനങ്ങളുടെ ആവറേജ് 0.46% മാത്രമേ ഉള്ളായിരുന്നു. അപ്പോഴാണ് കേരളത്തിൻ്റെത് 3.17 ആവുന്നത്. അതുപോലെ തന്നെ ഉയർന്ന ധനക്കമ്മി, ഫിസിക്കൽ ഡെഫിസിറ്റ്, അത് 2021-22 ഏതാണ്ട് 4.9% കേരളത്തിൽ. എന്നാൽ ഓൾ സ്റ്റേറ്റ് ആവറേജ് 2.8 മാത്രമേ ഉള്ളായിരുന്നു. ഓൾ സ്റ്റേറ്റ് എല്ലാ സ്റ്റേറ്റിൻ്റെയും കൂടെ ശരാശരി 2.8% ധനക്കമ്മെങ്കിൽ കേരളത്തിൽ ഇത് 4.9%. അതുപോലെ തന്നെ ലോ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആസ് പെർസെൻറ്റേജ് ഓഫ് GSDP, കേരളത്തിൻ്റെ സംസ്ഥാന വരുമാനവും മൂലധന ചെലവുമായിട്ടുള്ള ശതമാനം 2021-22 1.2 മാത്രമേ ഉള്ളായിരുന്നുവെങ്കിൽ അത് സംസ്ഥാന ശരാശരി 2.25 ആയിരുന്നു. അപ്പോൾ മൂലധന ചെലവിൻ്റെ കാര്യത്തിലും കുറവ്. മൊത്തം ചെലവിൻ്റെ എത്ര ശതമാനമാണ് മൂലധന ചെലവെന്ന് നോക്കിയാൽ മൊത്തം ചെലവിൻ്റെ മൂലധന ചെലവ് എത്ര ശതമാനമാണെന്ന് 2021-22 കേരളത്തിൽ നോക്കിയാൽ അത് 8.8 ഉള്ളെങ്കിൽ അത് എല്ലാ സംസ്ഥാനത്തും കൂടെ ചെന്ന് നോക്കിയാൽ 13.7% അപ്പോൾ അവിടെയും കുറവ്. അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ ടു റവന്യൂ ഡെഫിസിറ്റ്, അതായത് റവന്യൂ റെസിപ്റ്റ്, അതായത് റവന്യൂ എക്സ്പെൻഡിച്ചർ ടു റവന്യൂ റെസിപ്റ്റ്, അതായത് മൊത്തം നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ റവന്യൂ ചെലവ് എത്രയാണെന്ന് നോക്കി കഴിഞ്ഞാൽ അത് കേരളത്തിൽ 125%. എന്നാൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും ശരാശരി 103 മാത്രമേ ഉള്ളായിരുന്നു. അതുപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റ് ടു GSDP, അതായത് സംസ്ഥാന വരുമാനത്തിൽ റവന്യൂ ഡെഫിസിറ്റ് എത്ര നോക്കിയാൽ അത് കേരളത്തിൽ 3.17 ആയിരുന്നെങ്കിലും എല്ലാ സ്റ്റേറ്റ്സിനും 0.46% ഉള്ളായിരുന്നു.
അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൻ്റെ ധനസ്ഥിതി സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൻ്റെ 1-ാം ഭാഗം പരിശോധിച്ചാൽ ഫിനാൻസ് മാനേജ്മെൻറ്റിൽ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കേരളത്തിലാണെന്ന് അസന്നിഗ്ധമായി തെളിയുകയാണ്. അത് ഫിനാൻസ് കമ്മീഷൻ്റെ കണക്കുകൾ നോക്കിയാലും RBIയുടെ കണക്കുകൾ നോക്കിയാലും ഒക്കെ തന്നെ ഏറ്റവും മോശമായിട്ടുള്ള ധനകാര്യ സ്ഥിതി, ഏറ്റവും ഹൈലി ഡെറ്റ് സ്ട്രെസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് കേരളമാണ് എന്നുള്ളത് പുറത്തു വരുന്നു. ഇതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. 2024 വരെ ആയ കേരളത്തിൽ നോക്കിയാൽ കേരളത്തിൽ 4,29,000 കോടി രൂപയാണ് കേരളത്തിൻ്റെ കടം. 4,29,000 കോടി രൂപ. 2016 ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ 1,62,271 കോടി രൂപയായിരുന്നു കടം. ആ കടം ഇന്ന് കുത്തനെ വർദ്ധിച്ച് എത്ര ഇരട്ടിയാണ്? 1,62,000 നിന്ന് കുത്തനെ വർദ്ധിച്ച് 2024 ആയപ്പോൾ 4,29,000 കോടി രൂപയായി കടം വർദ്ധിച്ചു എന്നതുകൂടി നമ്മൾ കാണണം. അതുപോലെ തന്നെ ആ സത്യവാങ്മൂലത്തിൽ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട സംഭവമാണ് ഈ കിഫ്ബി വഴിയുള്ള പിന്നെ ധനസമ്പാദനം. അതായത് നമ്മുടെ വായ്പാ പരിധിയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് ബഡ്ജറ്റിന് പുറത്തുകൂടി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും മറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിലൊക്കെ കൂടി കടം വാങ്ങിക്കുക, എന്നിട്ടത് അതിലൂടെ വികസന പ്രവർത്തനം നടത്തുക, എന്നിട്ടത് ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കാതിരിക്കുക. അതിൻ്റെ വിശദാംശങ്ങൾ ഇതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്. കിഫ്ബിക്ക് ഒരു വരുമാനവുമില്ല എന്ന് പറയുന്നുണ്ട്. 2019 CAG പറഞ്ഞിരിക്കുന്നത് എന്താണ്? കിഫ്ബിക്ക് വരുമാന സ്രോതസ്സില്ല, പക്ഷേ വൻതുക കടം വാങ്ങുകയാണ്. എന്നാൽ കടം വാങ്ങിയ ഈ തുക തിരിച്ചടയ്ക്കുന്നത് കേരള സർക്കാരിൻ്റെ സ്വന്തം വരുമാന സ്രോതസ്സായിട്ടുള്ള പെട്രോളിയം സെസ്, മോട്ടോർ വെഹിക്കിൾ ടാക്സിൻ്റെ ഒരു പങ്ക് എന്നിവയിലൂടെയാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ കിഫ്ബിയെ സംബന്ധിച്ചിടത്തോളം കിഫ്ബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനം എന്ന് പറയുന്നത് 2019-20 മുതൽ 2021-22 വരെ 12,896 കോടി രൂപയാണ്. അതായത് പെട്രോൾ സെസ്സിൽ നിന്നും മോട്ടോർ വെഹിക്കിൾ ടാക്സിൽ നിന്നും. അപ്പോൾ അത് സംസ്ഥാന സർക്കാരിലേക്ക് പോകേണ്ട പണമാണ്. ആ പണം ബജറ്റിൻ്റെ പുറത്ത് കിഫ്ബി വാങ്ങി ചെലവ് നടത്തുകയാണ്. ഒരു വരുമാന സ്രോതസ്സ് പോലും കിഫ്ബിക്കില്ല. ഇതിനെ ഇതിനെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ശക്തമായി എതിർത്തിട്ടുണ്ടെന്നും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ വളരെ ഗുരുതരമായി ബാധിക്കുന്നുണ്ട് എന്നും ഈ അഫിഡവിറ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അവസാനമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കും. അതിൽ പറയുന്നത് കേന്ദ്ര നികുതി, ഡ്യൂട്ടികൾ എന്നിവയ്ക്ക് പുറമെ, കാരണം സെൻട്രൽ ടാക്സും ഡ്യൂട്ടീസും ഒക്കെ ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷണലി കേന്ദ്രം സംസ്ഥാനത്തിന് കൈമാറേണ്ട തുകയാണ്. അത് കൈമാറുന്നതിന് പുറമെ കേരളത്തിന് ധനകാര്യ കമ്മീഷൻ ശുപാർശകളുടെ ഭാഗമായി പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഗ്രാൻഡായി വൻ തുക ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്. പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ സുഹൃത്തുക്കളെ? വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവ് വരുമ്പോൾ കമ്മി വരും. ആ കമ്മി കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു 4-5 വർഷക്കാലത്തേക്ക് ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് നൽകും. ആ ഗ്രാൻഡ് നൽകുന്നത് എന്തിനാ? റവന്യൂ കമ്മി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം വരുമാനത്തെക്കാൾ കൂടുതൽ ചിലവുള്ളത് അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നൽകുന്ന ഗ്രാൻഡാണ് ഈ പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്. ആ ഗ്രാൻഡ് എന്ന് പറയുന്നത് ഡെവല്യൂഷൻ്റെ ഭാഗമായി കൊടുക്കുന്ന സെൻട്രൽ ടാക്സിനും ഡ്യൂട്ടിക്കും പുറമേ ഉള്ളതാണ്. പക്ഷേ ആ ഗ്രാൻഡിൻ്റെ ഉദ്ദേശം എന്താ? അത് ഇന്ത്യയിൽ 2-3 സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ആ റവന്യൂ ഡെഫിസിറ്റ് ഉള്ളൂ. നമ്മൾ ആദ്യം സൂചിപ്പിച്ചു. അതായത് കേരള, പഞ്ചാബ്, വെസ്റ്റ് ബംഗാൾ, 3 സംസ്ഥാനങ്ങൾക്കാണ് റവന്യൂ ഡെഫിസിറ്റ് ഉള്ളത്. അപ്പോൾ ആ റവന്യൂ ഡെഫിസിറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഫിനാൻസ് കമ്മീഷൻ പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കൊടുക്കുന്നു എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും ഉള്ളതല്ലത്. അത് ഈ റവന്യൂ കമ്മി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ലിപ്തമായ സമയത്തേക്ക് കൊടുക്കുന്ന ഗ്രാൻഡിനാണ് പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറയുന്നത്. അതെന്തോ 5-6 വർഷത്തേക്ക് മറ്റാണ് കൊടുക്കാൻ തീരുമാനിച്ചത്. അത് 14-ാം ധനകാര്യ കമ്മീഷൻ 2015 മുതൽ 15-16 മുതൽ 19-20 വരെ 9,519 കോടി രൂപയും 15-ാം ധനകാര്യ കമ്മീഷൻ 2020-21 മുതൽ 2023-24 വരെ 54,345 കോടി രൂപയും കൂടെ ചേർന്നിട്ട്
2015-16 മുതൽ 2023-24 വരെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായി ഏതാണ്ട് 61,000 ചില്ലാനം കോടി രൂപയാണ് സംസ്ഥാന ഗവൺമെൻറ്റിന് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ചത്. അത് പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ആയിട്ടാണ് ഈ 2015 മുതലുള്ള 5-6 വർഷക്കാലം കൊണ്ട് ഏതാണ്ട് 61,000 കോടി രൂപ ലഭിച്ചിട്ടുള്ളത്. ഇത് 2020-21 ഇതിൽ തന്നെ 2020-21 മുതൽ 2023-24 വരെ ധനകാര്യ കമ്മീഷൻ പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായി അനുവദിച്ച തുകയിൽ 16.07% കേരളത്തിനാണ് കൊടുത്തത്. അതായത് 2020-21 മുതൽ 2023-24 വരെയുള്ള കാലഘട്ടത്തിൽ ഫിനാൻസ് കമ്മീഷൻ കൊടുത്ത പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിൽ 16% കേരളത്തിനാണ് സുഹൃത്തുക്കളെ കൊടുത്തത്. ആലോചിച്ച് നോക്കൂ. എന്നാൽ ഇന്ത്യയുടെ 3% ഉള്ളൂ കേരളത്തിൻ്റെ ജനസംഖ്യ. ഇന്ത്യയുടെ 3-3.5% കേരളത്തിൻ്റെ ജനസംഖ്യ എന്നിരിക്കെയാണ് 2020-21 മുതൽ 2023-24 വരെയുള്ള കാലഘട്ടത്തിൽ ഫിനാൻസ് കമ്മീഷൻ കൊടുത്തിട്ടുള്ള പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിൽ 16% കേരളത്തിന് കൊടുത്തിട്ടുള്ളത്. ആലോചിച്ച് നോക്ക്, ഇത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇൻ അഡീഷൻ ടു അലൗവിങ് ഹയർ ബോറോയിങ് ലിമിറ്റ് ആണെന്ന് ആലോചിച്ച് നോക്കണം. അതായത് 2021-24 4%, അതായത് സംസ്ഥാന വരുമാനത്തിൻ്റെ 4%, 2022-23 സംസ്ഥാന വരുമാനത്തിൻ്റെ 3.5% കടമെടുക്കുന്നതിന് മുകളിലാണ് ഈ 61,000 കോടി രൂപ ഈ 5-6 വർഷം കൊണ്ട് ഈ പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായി സംസ്ഥാനം കേരളത്തിന് കൊടുത്തിട്ടുള്ളത്. ആലോചിച്ച് നോക്കുക. അതുകൂടാതെ 2020-21 മുതൽ 2022-23-24 വരെ ഫിനാൻസ് കമ്മീഷൻ 15-ാം ഫിനാൻസ് കമ്മീഷൻ കൊടുത്തതിനേക്കാൾ മുകളിലും വേറെ തുക കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അത് 4 ഇനങ്ങളിലായി 41,611 കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 8,000 കോടി രൂപ കൊടുത്തിരിക്കുന്നു. അപ്പോൾ അത് തന്നെ ഏതാണ്ട് 49,000 കോടി രൂപ വരും. അതുകൂടാതെ 2015 മുതൽ ഈ പോസ്റ്റ് ഡെവല്യൂഷൻ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിൻ്റെ ഭാഗമായ ഏതാണ്ട് 61,000 കോടി രൂപ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 6-7 വർഷം കൊണ്ട് ഏതാണ്ട് 1,00,000 കോടി രൂപ ഫിനാൻസ് കമ്മീഷൻ കൊടുക്കുന്ന ഡെവല്യൂഷന് മുകളിൽ കിട്ടിയിട്ടുണ്ട് ഈ സംസ്ഥാനത്തിന്. അപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റിനെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് പറയുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ നിലനിൽക്കുമോ സുഹൃത്തുക്കളെ? ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. എന്ത് വിമർശനങ്ങൾ ഉയർന്നു വന്നാലും അത് നിലനിൽക്കില്ല എന്നാണ് കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അത് 2 ഭാഗമാണ്. അതിൽ ആദ്യത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായിട്ടുള്ള ധനകാര്യ മാനേജ്മെൻറ്റുള്ള സംസ്ഥാനമാണ് കേരളം. അതിൻ്റെ കൃത്യമായിട്ടുള്ള കണക്കുകൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഞാനത് വിശദീകരിച്ചു. 2015-നും 2023-24 ഇടയിൽ ഫിനാൻസ് കമ്മീഷൻ കൊടുക്കുന്ന സെൻട്രൽ ടാക്സസ് ഡ്യൂട്ടീസ് അതിന് മുകളിൽ പല ഇനങ്ങളിലായി ഏതാണ്ട് 1,00,000 കോടി രൂപയും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ്റിന് കിട്ടി എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് കണക്കുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കൊടുത്തിരിക്കുന്ന കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിനെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുകയാണെന്നുള്ള പിണറായി സർക്കാരിൻ്റെ വാദം ശുദ്ധ അസംബന്ധമാണ് എന്ന് നമ്മൾ പറയേണ്ടി വരും.